നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ഏറ്റവും പ്രിയപ്പെട്ടിടത്ത് നിന്ന് പോകാൻ ഇഷ്ടമില്ലാതെ ഉന്തിത്തള്ളി പുറത്തേക്ക് വിടുന്ന ഒരു കുട്ടിയുടെ അവസ്ഥയായിരുന്നു ചാവി ഹെർണാണ്ടസിന് ഇന്നലെ. അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാനിവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതല്ലല്ലോ ക്ലബിൻ്റെ തീരുമാനം. ആ തീരുമാനത്തെ ബഹുമാനിച്ചേ പറ്റൂ എന്ന് ഒട്ടും താല്പര്യമില്ലാതെ ചാവി ഹെർണാണ്ടസ് പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ താരങ്ങൾ വിജയത്തോടുകൂടി തന്നെ യാത്രയാക്കുന്നു. ഗോൾ അടിച്ചതിന് ശേഷം ഫെർമിൻ ചാവിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് ആഘോഷിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ രൂപത്തിൽ താരങ്ങൾ തന്നെ സ്നേഹിക്കുന്നു. ചാവി തന്നെ കളിക്ക് ശേഷം പറഞ്ഞു, എൻ്റെ ലെഗസി എന്താണെന്ന് ചോദിച്ചാൽ താരങ്ങളുമായിട്ടുള്ള ആ ഒരു റിയാക്ഷൻ, ആ ഒരു റിലേഷൻ, താരങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻ അത് വളരെ മാർവലസ് ആയിരുന്നു. അത് തന്നെയാണ് എൻ്റെ ലെഗസി എന്ന് ചാവി ഹെർണാണ്ടസും പറയുന്നുണ്ട്. എന്തായാലും അവസാന മത്സരത്തിൽ ബാഴ്സലോണയുടെ കോച്ച് എന്ന നിലയിലുള്ള തൻ്റെ അവസാന മത്സരത്തിൽ 2-1 ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി ചാവി ഹെർണാണ്ടസ്. ഇനി എന്നെങ്കിലും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട ക്ലബിന്റെ പരിശീലകനാവാൻ വീണ്ടും അവസരം ലഭിച്ചാൽ അത് വലിയ ഭാഗ്യമായിരിക്കും എന്നുകൂടി ചാവി ഹെർണാണ്ടസ് പറയുന്നുണ്ട്. 2-1 വിജയത്തിൽ റോബർട്ട് ലെവൻഡോസ്കിയും ഫെർമിൻ ലോപ്പസുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത്. സെവിയയുടെ ഗോള് യൂസഫ് നെസീരിയുടെ വകയായിരുന്നു. സെവിയയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ റോബർട്ട് ലെവൻഡോസ്കിയും യമാലും ഫെർമിൻ ലോപ്പസും ഒരുമിച്ചിറങ്ങി. മറുഭാഗത്ത് യൂസഫ് നെസീരിയും അതുപോലെ ലൂക്കാസ് ഒഗംബസും ഒക്കെ ഒരുമിച്ചാണ് സെവിയയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 15-ാമത്തെ മിനിറ്റിൽ തന്നെ റോബർട്ട് ലെവൻഡോസ്കിയിലൂടെ FC ബാഴ്സലോണ മുന്നിലെത്തിയെന്ന 31-ാമത്തെ മിനിറ്റിൽ യൂസഫ് നെസീരി സെവിയയ്ക്ക് വേണ്ടി ആ ഗോൾ മടക്കി. ഇടവേള സമയത്ത് മത്സരം 1-1 സമനിലയിലായിരുന്നു. പക്ഷെ കളിയുടെ 59-ാമത്തെ മിനിറ്റിൽ ഫെർമിൻ ലോപ്പസ് ഗോൾ അടിച്ചതോടെ ബാഴ്സലോണ 2-1 വിജയത്തിലേക്ക് പോവുകയായിരുന്നു. സീസണില് 38 കളികളിൽ 26 വിജയവും 7 സമനിലകളും 5 തോൽവികളുമായിട്ട് 85 പോയിന്റാണ് ബാഴ്സക്കുള്ളത്. അവർ 2-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഈ ചാവി ഹെർണാണ്ടസ് കളിക്ക് ശേഷം പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ സീസണിൽ കിരീടങ്ങളൊന്നും ചൂടാൻ കഴിഞ്ഞില്ല, പക്ഷെ അത് ഞങ്ങൾ അൺലക്കി ആയിരുന്നു. 4-5 മത്സരങ്ങളിൽ മാത്രമാണ് മോശമായിട്ട് കളിച്ചത്. അതാണ് ഞങ്ങളെ കിരീടങ്ങളിൽ നിന്ന് അകറ്റിയത് എന്നുകൂടി ചാവി പറയുന്നു. എന്തായാലും ചാവി ഹെർണാണ്ടസ് എന്ന ലെജൻഡ് ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് വിട പറയുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് കൊണ്ടുവരാം.